എന്നും മതിയായവൻ ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ കാൽവരി മലമേൽ മുൾമുടി ശിരസിൽ വാങ്ങിച്ചു കാൽവരി മലമേൽ മുൾമുടി ശിരസിൽ വാങ്ങിച്ചു എന്റെ വേദന സർവ്വവും നീക്കിയെന്ന് പുതുജീവൻ പകർന്നവനാ എന്റെ വേദന സർവ്വവും നീക്കിയെന്ന് പുതുജീവൻ പകർന്നവനാ എന്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഇതിൽ ഒന്നാമത്തെ വാക്യം അത് 4ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു ദൈവത്തിന്റെ അരുൾപ്പാട് കേൾക്കുന്നവൻ സർവശക്തന്റെ ദർശനം ദർശിക്കുമ്പോൾ വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. അതായത് കണ്ണടച്ചിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും കാണാൻ കഴിയുമോ? കണ്ണടച്ചിരിക്കുമ്പോൾ ആർക്കും കാണാൻ കഴിയുമോ? ആർക്കും കാണാൻ കഴിയത്തില്ല. പക്ഷെ അടച്ചിരിക്കുന്ന പുരുഷൻ ഒന്ന് കാണുന്നുണ്ട്, അവന്റെ ദൈവത്തിന്റെ അരുൾപ്പാട് കേൾക്കുന്നവൻ സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ കാണും. ആരാണ്? ദൈവത്തിന്റെ അരുൾപ്പാടുള്ളവൻ ദർശനം ദർശിക്കുന്നവന് അവൻ കാണും, കണ്ണടച്ചിരുന്നാലും കാണും. ഹല്ലേലൂയ. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ള ഇമ്പങ്ങൾ ചിലപ്പോൾ കണ്ണു തുറന്നിരിക്കും, പക്ഷെ നമ്മുടെ ധനത്തിലും മോഹത്തിലും എല്ലാം നമ്മൾ കണ്ണു തുറന്നിരിക്കും. പക്ഷെ വചനത്തിന് മുമ്പാകെ നമ്മൾ ചിലപ്പോൾ ഇരുണ്ടവരായിരിക്കും, ചിലപ്പോൾ കണ്ണടച്ചിരിക്കുന്നവരായിരിക്കും. പക്ഷെ ദൈവം ഇന്ന് പറയുന്നത് എങ്ങനെയെന്നറിയാവോ? നിങ്ങളുടെ ആത്മമണ്ഡലത്തിലായിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കണ്ണടഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവില് നിങ്ങൾ സ്വർഗീയ ദർശനങ്ങളിൽ നിന്ന് കാണുന്ന ഒരു ദിനമാണെന്ന്. അതായത് ദൈവത്തിന്റെ ദർശനം കാണുന്നവർ, അല്ലെങ്കിൽ ദർശനമുള്ളവൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുൾപ്പാട് ലഭിക്കുന്നവൻ എങ്ങനെയെന്നറിയാവോ? അവൻ കണ്ണടച്ചിരുന്നാലും കണ്ണ് കണ്ടുകൊണ്ടേയിരിക്കും. അതായത് സ്വർഗത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതായത് നമ്മൾ ആ ദർശനങ്ങളെ കാണുന്നവരായിരിക്കണം. ഈ അന്ത്യകാലത്ത് ദർശനമില്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടുള്ള ഭക്തി നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയത്തില്ല. നമ്മൾ മുന്നോട്ടുള്ള യാത്ര നമുക്ക് കഠിനമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ അരുൾപ്പാട് കേൾക്കുവാൻ വേണ്ടി തിരുവചനത്തിന്റെ മുമ്പാകെ തന്നെ നമ്മൾ ഇരിക്കണം, ഉണർന്നിരിക്കണം. അതായത് നമ്മുടെ കണ്ണ്, നമ്മുടെ ശരീരങ്ങൾ ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോയിരിക്കാം, ചിലപ്പോൾ മനസ്സ് ക്ഷീണിച്ചു പോയിരിക്കാം. എന്നാൽ നമ്മുടെ കണ്ണുകളാണ്, നമ്മുടെ ആത്മീയ കണ്ണ്, നമ്മുടെ അകത്തെ കണ്ണ് തുറക്കുന്നവനായ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് ആ കണ്ണിടച്ചിരിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ പുരുഷൻ പറയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ദർശിച്ച ആ ഒരു പുരുഷൻ പറയാണ് കണ്ണടച്ചിരുന്നപ്പോഴത്തേക്ക് കണ്ട ദർശനങ്ങളെ കുറിച്ച്. അതായത് വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്. അതായത് വീഴുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ്? ദൈവത്തോട് പെറുറുപ്പല്ലേ? കണ്ണടച്ച് നടന്നാൽ നമ്മൾ വീഴും, പക്ഷെ നമ്മൾ വീഴുമ്പോഴത്തേക്ക് കണ്ണ് തുറന്നിരുന്നാ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ വീഴുമ്പോൾ എങ്ങനെയാണ് കണ്ണ് തുറന്നിരിക്കുന്നത്? പക്ഷെ ദൈവത്തിന്റെ ദർശനമുള്ള വീണാൽ അവിടെ നിന്ന് എണീക്കും. ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ അരുൾപ്പാട് ഉള്ളവൻ എങ്ങനെയെന്നറിയാവോ? ദൈവസന്നിധിയിൽ വീണാലും ശരി തന്നെ അവന്റെ കണ്ണ് എപ്പോഴും സ്വർഗത്തിലായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിലല്ല നമ്മുടെ കണ്ണിരിക്കുന്നത്. നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മൾ കരയിൽ വീണാലും ശരി തന്നെ നമ്മുടെ കണ്ണ് ആ ഉന്നതത്തിലിരിക്കുന്ന ദൈവത്തിന്റെ അരികിലായിരിക്കും. ഹല്ലേലൂയ. ആ ഒരു ദർശനം, ആ ഒരു കണ്ണ് നമുക്ക് ദീർഘമായ വീക്ഷണം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നേരെ ഓടാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മൾ എന്തോ ചെയ്യുന്നറിയാവോ? ഈ ലോകത്തുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ നിറച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇന്നലെ കണ്ട ഒരേ കാര്യങ്ങൾ ചോദിച്ചാലും ശരിയാണ്, നമ്മൾ ഇപ്പം തന്നെ പറയും. പക്ഷെ നമ്മളിപ്പോ ഇന്ന് രാവിലെ വായിച്ച വചനം തന്നെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ അരുൾപ്പാട്, അതായത് ദർശനം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതെന്തെന്നറിയാവോ? നമ്മൾ വീണ് കിടന്നാലും എണീക്കും. ഒന്ന് പറഞ്ഞ, ആരെങ്കിലും ഇവിടെ വീണ് തകർന്ന് കിടക്കുന്നവരെ എണീപ്പിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് വീണ് കിടക്കുന്നവരെ ദൈവം വലങ്കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവം. നമുക്ക് ഒരു വചനൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം 7 മുതൽ 7-8 വാക്യങ്ങൾ വായിച്ചെന്ന്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-8 വാക്യം.
ഏത് കണ്ണും അവനെ പിന്തുടർച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ തെറ്റിദ്ധരിക്കും. ആമേൻ. അതായത് ഏത് കണ്ണും കുത്തി തുളച്ചവനും ആ ദൈവത്തിന്റെ ദർശനം കാണാൻ വേണ്ടി തുറക്കും. നമുക്ക് ഈ ലോകത്തിലെ കണ്ണ ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇപ്പോഴിരിക്കുന്ന കണ്ണൊന്നും വേണ്ട. നമ്മൾ ദൈവഭക്തനാണെങ്കിൽ കണ്ണടച്ചിരുന്നാലും ശരി തന്നെ, നമ്മൾ എങ്ങനെയെന്ന് അറിയാവോ, ആ ദൈവത്തിന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ഏത് കണ്ണില്ലാത്തവനും, ഏത് കണ്ണ് പൊട്ടനും, ഏത് അന്ധകാരത്തിൽ കിടക്കുന്നവനും ആ ദൈവത്തിന്റെ മുഖം ഈ അന്ത്യകാലത്ത് കാണും. അതായത് ആ ദൈവത്തിന്റെ ഭക്തിയെ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവത്തിന്റെ മുഖം കണ്ട് തന്നെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. അതിൽ 16 വാക്യം മുതൽ ഒന്ന് വായിച്ചേച്ച് വെളിപ്പാട് പുസ്തകം. അതായത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയാണ്, അതായത് ദൈവം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ദർശനം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അന്ത്യകാലത്ത് തിരിഞ്ഞപ്പോൾ 7 പൊൻനില വിളക്കും നിലവിളക്കോട് നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ചകെട്ടനായ മനുഷ്യപുത്ര സാദൃശ്യത്തിനോടും കണ്ടു. അവന്റെ തലയും മുടിയും വെളുത്ത പഞ്ഞി പോലെയും ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും. അതായത് നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ആ ദൈവത്തോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ദൈവത്തിന്റെ മുഖം ഒന്ന് കാണാൻ കഴിയത്തുള്ളൂ. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവൻ, വെള്ളോടിന് സർച്ചമായ കാലുള്ളവനെ കാണാൻ കഴിയത്തുള്ളൂ. അതായത് അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവത്തെ കാണാൻ കഴിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും എന്തെന്നറിയാവോ, ദൈവസന്നിധി ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, നമ്മൾ പ്രാർത്ഥിക്കും, കുറച്ചു നേരം പ്രാർത്ഥിക്കും, എണീച്ച് പോകും. പക്ഷെ ആ ദൈവത്തിന്റെ അരികിൽ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിലപാട് വീണ് ദൈവത്തിന്റെ സന്നിധി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ദർശനങ്ങളിലൂടെ നിങ്ങൾ നടത്തുക തന്നെ ചെയ്യും. അതായത് നമുക്കൊരു ദർശനമില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് ആ ദൈവത്തിന്റെ ദർശനമാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. അതായത് നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തില് ദൈവത്തിന്റെ ശബ്ദം, അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ദൈവമക്കളെ നമ്മൾ ആരും സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ, മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ചെവിയിൽ വന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രാർത്ഥനാ സന്നിധിയിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് ദൈവം സംസാരിക്കുന്ന ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. അതായത് ആ ദൈവപുരുഷനായ ആ ഒരു വ്യക്തി പറയുന്നുണ്ട്, അതായത് ഞാൻ കണ്ണ് അടച്ചിരുന്നപ്പോഴത്തേക്കും ആ ദർശനങ്ങളെ മുറുകെ പിടിച്ച്, അതായത് ആ ദർശനങ്ങളാണ് എന്നെ ദൈവത്തിന് സന്നിധിയിലോട്ട് എത്തിച്ചത്. അതായത് ആ ദർശനമില്ലാത്തവരാരും എന്തോ ചെയ്യത്തില്ലെന്ന് അറിയാവോ, നമ്മൾ അന്ധകാരത്തിൽ കിടക്കത്തേ ഉള്ളൂ. നമ്മുടെ കണ്ണ് ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ ഇരുൾ മൂടിയ അവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത അവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ തകർന്ന് കിടക്കുകയായിരിക്കും, വീണ് കിടക്കുകയായിരിക്കും നമ്മൾ. പക്ഷെ വീണ് കിടക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഇവിടം കൊണ്ട് തീർന്നു, അല്ല ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇവിടം കൊണ്ട് ഇനി മുന്നോട്ട് യാത്രയില്ല. പക്ഷെ ദൈവം പറയണ്, അവിടെ നിന്നെ മുന്നോട്ട് നടത്തുവാൻ മതിയായ ദൈവം. ഹല്ലേലൂയ. അതായത് നമ്മുടെ ആത്മീയ കണ്ണ് എപ്പോഴും നമ്മുടെ സ്വർഗത്തിലാണ് നമ്മളെ കണ്ണ്. അതായത് ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ കാണുവാൻ വേണ്ടി നമ്മൾ കൊതിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ ഈ ലോകത്തിലുള്ള കണ്ണ് നമുക്ക് ഒന്നും നമ്മൾ കാണാൻ കഴിയില്ലെങ്കിലും നമ്മൾ കാണുന്ന ഒരു മുഖമുണ്ട്, ആ ഒരു പൊന്മുഖം, സർവശക്തനായ ദൈവത്തിന്റെ തിരുമുഖം. അത് കാണാൻ വേണ്ടി നമ്മൾ വാഞ്ചിച്ച് മോഹിച്ച് നമ്മൾ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തു നിന്ന് നേടുവാനാണ് വന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്തത്, പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോകാൻ. പക്ഷെ നമ്മൾ ഇന്നും അനേകർ ഈ ദൈവസഭയിൽ വന്നിട്ട് ഇന്നും അവര് പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോയി അനേകരുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഉറച്ചു നിർത്തിയെങ്കിൽ എന്തെന്നറിയാവോ, നമുക്ക് ഈ അന്ത്യകാലത്ത് അവന്റെ കാഹളം കേൾക്കുമ്പോഴത്തേക്ക് കേൾക്കുവാനും, അവരുടെ ഞങ്ങളുടെ ചെവി ഒന്ന് തുറന്നിട്ട് അവന്റെ കാഹള ശബ്ദം ഒന്ന് കേൾക്കുവാനും, ആ ദിവ്യമായ മുഖം ഒന്ന് കാണുവാനും വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് ആ ദൈവത്തിന്റെ മനോഹരിത്വം കാണുവാൻ വേണ്ടിയാണ് ഞാൻ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നത്. നമ്മുടെ ദാവീദ് പലപ്പോഴും പറഞ്ഞു, ഞാൻ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നത്. അതേ അവസ്ഥയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രതികൂലവും പ്രയാസവും എല്ലാം കാണും. ചിലപ്പോൾ നമ്മുടെ വീഴ്ചകളും ചിലപ്പോൾ മറ്റുള്ളവർ താങ്ങാൻ ചിലപ്പോൾ കാണത്തില്ല. പക്ഷെ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ കാര്യം നിങ്ങളുടെ ഭാഗത്തിലുണ്ട്, അതായത് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതായത് ഞാൻ ഒരു നാളുണ്ടല്ലോ, ഞാൻ ഒരുപാട് തകർന്ന് നുറുങ്ങി പാരപ്പെട്ട്, അതായത് തകർന്ന് കിടന്ന സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിച്ചപ്പ. പക്ഷെ ദൈവം എന്നോട് എന്തോ പറയുന്നറിയോ, എന്റെ വലം കരം പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ വഴി നടത്തുമെന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഉന്നതനാക്കുമെന്ന് പറഞ്ഞത്. അതായത് ഞാൻ ആ സാഹചര്യം എന്റെ നോക്കുമ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിലുണ്ടല്ലോ ഒരു വട്ടപൂജ, ഒരു വിലയില്ലാത്ത ഒരു പൂജയായിരുന്നു. പക്ഷെ ആ പൂജയിൽ നിന്ന് ദൈവം എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ നിർത്തും. ഹല്ലേലൂയ. എന്നെ ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ദൈവം നടത്തുവാൻ ശക്തനായ ദൈവവും. ഹല്ലേലൂയ. അവിടത്തേക്ക് ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഭാരത്തിലൂടെയും പ്രയാസത്തിലൂടെയും ആകുല ചിന്തയോടും കൂടി എല്ലാം നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറന്ന സർവ്വശക്തനായ ദൈവത്തിലോട്ട് ഇന്ന് മുതൽ നോക്കും.
കർത്താവെ, എനിക്ക് നിന്റെ പൊന്മുഖം ഒന്ന് കാണണമപ്പാ. നിന്റെ വരവേറ്റം അടുത്തിരിക്കുന്നപ്പാ. പക്ഷെ ആ വരവിൽ എനിക്കും നിന്നോടുകൂടെ എനിക്ക് ചേരണമപ്പാ. ആ നിത്യമായ ഭവനത്തിലോട്ട് എനിക്കും ഒന്ന് ചേരണമപ്പാ. അതായത് എനിക്ക് ആ ദിവ്യമായ മുഖം കാണുവാൻ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കൊന്ന് ആരാധിപ്പാൻ, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കൊന്ന് സ്തുതിപ്പാൻ എന്നെ ഒന്ന് ഒരുക്കണമേ അപ്പാ. ഹല്ലേലൂയ. അതായത് ഞാൻ ഈ ലോകത്തിൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും വീണ് പോയിട്ടുണ്ടപ്പാ. പക്ഷെ അവിടെ നിന്ന് വീണ്ടെടുത്ത ദൈവം ശക്തനാണപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരിക്കലും തകർന്നു പോകുന്നതല്ല, നമ്മള് ആ വീഴുന്നിടത്തുനിന്ന് വലിച്ച് മുകളിൽ കയറ്റുന്ന ദൈവത്തിന്റെ സന്നിധിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് നിന്റെ കൂടാരങ്ങൾ, 5ാമത്തെ വാക്യം, യാക്കോബ് നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. അപ്പോഴത്തേക്ക് ഈ ദർശനം കണ്ട ആ വിലയാൻ പറയാണ്, അതായത് യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. അതായത് ബിലിയാം അവരോട് ശപിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ബിലിയാം എന്തോ ചെയ്തെന്നറിയാമോ? മരുഭൂമിയിലോട്ട് നോക്കി. അവൻ നോക്കിയ വേറെ ഒന്നിലോട്ട് നോക്കിയില്ല, അല്ല പച്ചയായ പുൽപ്പുറങ്ങളിലോട്ടൊന്നും നോക്കിയില്ല. അവൻ നോക്കിയ മരുഭൂമിയിലോട്ട് തിരിഞ്ഞിട്ട് ഇസ്രായേൽ ഗോത്രങ്ങളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞ്, എത്ര യാക്കോബേ നിന്റെ ആ കൂടാരങ്ങൾ എത്ര മനോഹരമാണെന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ. അതായത് ഇസ്രായേലിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമാണെന്ന്. അതായത് നമ്മൾ ആ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പച്ചപ്പാണ് നോക്കുന്നത്. പക്ഷെ ആ ബിലിയാം എന്ത് ചെയ്തെന്നറിയാവോ? അതിൽ 1ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോഴറിയാം. പക്ഷെ ആ മരുഭൂമിയിലോട്ട് തിരിഞ്ഞു നിന്നിട്ട് അവർ ആ ഇസ്രായേൽ മക്കളോട്ട് നോക്കി, ആ കൂടാരങ്ങളിലോട്ടൊക്കെ ആ ദൈവത്തിന്റെ മനോഹരത്വം കാണുവാൻ വേണ്ടി കഴിഞ്ഞു. അതായത് 6ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തിക്കരികളുടെ ദേവദാരുക്കൾ പോലെ. അതായത് താഴ്വര പോലെ അവ പരന്നു കിടക്കുന്നു. അതായത് ആ ഓരോ ഗോത്രത്തെ നോക്കിയപ്പോഴത്തേക്ക് താഴ്വര പോലെ പരന്നു കിടക്കുന്നത് അവിടെ കണ്ടാൽ കാണാൻ കഴിയും. മരുഭൂമിയിലോട്ട് തിരിഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞത്, അപ്പോഴത്തെ നോക്കി എൻ്റെ കണ്ണിൽ കണ്ട ആത്മീയ കണ്ണിൽ ദൈവം കാണിച്ചതാ. അതായത് താഴ്വരയിലോട്ട് നോക്കിയപ്പം പച്ചപ്പില്ല. നമ്മൾ പലപ്പോഴും ഈ താഴ്വരയിലോട്ടൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലോ അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ഹൈറ്റുള്ള സ്ഥലത്ത് നിന്നിട്ട് നോക്കാറില്ലേ? നോക്കുമ്പോഴത്തേക്ക് ആ പച്ച പുല്ലിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ മഞ്ഞ് പാളികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന നമുക്ക് കാണാൻ കഴിയും. ആ മേഘം ഇങ്ങനെ പറന്നു പോകുന്നതാണ് മനോഹരമായ സ്ഥലം. പക്ഷെ നമ്മുടെ കണ്ണ് എങ്ങനെയെന്നറിയാവോ? നമുക്ക് ആ ഒരു പച്ച പുല്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ആ താഴ്വാരത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെന്നറിയാവോ? നമ്മുടെ കണ്ണ് ഒരിക്കലും അടക്കാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സിന് ഒരു സമാധാനമായിരിക്കും, അല്ലെങ്കിൽ മനസ്സിന് നമുക്ക് അടക്കാൻ കഴിയും. പിന്നെയും കാണണമെന്ന് നമ്മുടെ കണ്ണ് എന്തുമാത്രം അകലത്തോളം നമ്മൾ എന്തോന്നറിയാവോ പിന്നും നോക്കിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഒരു ഹൈറ്റിൽ നിന്നിട്ട് താഴ്വരയിലോട്ട് നോക്കുന്ന ഒരു അനുഭവം. അപ്പം നമ്മളിപ്പോൾ ഒരു താഴ്വരയുടെ ഒരു അനുഭവത്തിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? ഹൈറ്റിലായിരിക്കുന്നത് അല്ലേ? നമ്മൾ ഹൈറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് താഴ്വാരത്തെ അടിവാരം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഹൈറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന എവിടെയെന്നറിയാവോ? ആ ക്രിസ്തു എന്ന പാറമേലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. എന്നാൽ മാത്രമേ ആ പച്ചയായ ആ ഒരു താഴ്വാരത്തിലോട്ട് നമ്മുടെ കണ്ണൊന്ന് ആഴത്തിൽ നടക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കണ്ണൊന്ന് ആഴത്തിലോട്ട് നിറങ്ങുമ്പോഴത്തേണ്ടല്ലോ ആ പച്ചപ്പുല്ല് നമ്മുടെ ഹൃദയത്തെ നമ്മളെ ശാന്തമാക്കുന്ന ഒരു പച്ചപ്പുല്ല്, ആ ഒരു മനോഹരത്വം കാണുവാൻ വേണ്ടി. അതായത് അതുപോലെ ആ ബിലിയാം കണ്ടതുപോലെ, അതായത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോഴത്തേക്ക് ആ താഴ്വരയിലോട്ട് ഇറങ്ങി ആഴ്ന്നിറങ്ങുന്ന നമ്മുടെ കണ്ണും നമ്മുടെ മനസ്സും ആഴ്ന്നിറങ്ങുന്ന അതേ ഒരു അനുഭവമായിരിക്കും ദൈവസന്നിധിയിലോട്ട് വരുമ്പോഴത്തേക്ക്. ആ ഒരു മനോഹാരിത നമ്മുടെ ഹൃദയത്തിലോട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അവിടെ നിന്നാലും ആ ഒരു പച്ചയായ ആ ഒരു താഴ്വാരത്തിലോട്ട് എത്ര നോക്കിയാലും ശരി, നമുക്കവിടെ തിരികെ മടങ്ങി വരാൻ കഴിയത്തില്ല. നമ്മൾ സന്ധ്യ ആവുന്നതോറും ചിലപ്പോൾ അവിടെ നിന്നിട്ട് പറയും, ഒരു ദിവസം നമ്മൾ തങ്ങിയാൽ കൊള്ളാമെന്നുള്ള ഒരു മനോഭാവമായിരിക്കും. പക്ഷേ അതേ ഒരു മനോഭാവമായിരിക്കണം ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലോട്ട് നിൽക്കുന്നു. ആ താഴ്വരയിലോട്ട് നിങ്ങൾ എന്തുമാത്രം നോക്കി ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ ദൈവത്തോട്ടൊന്ന് ആസ്വദിക്കുന്ന, അതായത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമായിരിക്കണം ഞാൻ നിങ്ങൾ. ആ താഴ്വര പോലെ എത്ര മനോഹരം എന്ന് പറയുന്ന പോലെ. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ തൊട്ട് താഴത്തെ അതേ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നദീതീരത്തെ ഉദ്യാനം പോലെ. അതായത് ഒരു പൂന്തോട്ടം അവിടെ ഉണ്ടാകണമെങ്കിൽ, നദീതീരത്ത് ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ അത് നനയ്ക്കൊന്നും വേണ്ട. പക്ഷെ അതിന് നല്ലൊരു തോട്ടക്കാരുണ്ട്, അതിനെക്കാട്ടി നല്ലൊരു ഫലവത്തായിട്ട് കയറി വരും അല്ലേ? അതിനുള്ള കളകളൊക്കെ നുള്ളിപ്പറിച്ച് അത് നല്ലതുപോലെ ഒന്ന് വളർത്തിയെടുക്കാൻ ഒരാളുകളുണ്ടെങ്കിൽ അത് നല്ല കൊഴുപ്പായിട്ട് അല്ലെങ്കിൽ നല്ല തലയെടുപ്പായിട്ട് വളർന്നു വരും അല്ലേ? അങ്ങനെയുള്ള നദീതീരത്തെ ഒരു ഉദ്യാനം പോലെ എന്നാ പറയുന്നത്. അതായത് ആ ബിലിയാം കണ്ടപ്പോഴത്തേക്ക് ആ ഉദ്യാനത്തിൽ എങ്ങനെയെന്നറിയാമോ? ആ വെറുതെ ചെടി നട്ടിട്ട് അത് വളർന്നു വരുവാൻ ഇരിക്കാനല്ല, ഒരു കാട്ടുചെടി അതിൻ്റെ ഇടയ്ക്ക് നട്ട് വളർത്തുവാനല്ല, നല്ല ചെടികൾ നട്ട് വളർത്താൻ വേണ്ടി. എന്നാൽ നമ്മളും ദേവസ്ഥയിലോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെങ്ങനെയെന്നറിയാമോ? നദീതീരത്തെ ഉദ്യാനം പോലെ നമ്മളെ ഒന്ന് വളർത്തുന്ന ഒരു ദൈവത്തിന്റെ കരുത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്.
ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എങ്ങനെയെന്നറിയാവോ, ആ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ നമ്മളൊരു തോട്ടമാണെന്നുണ്ടെങ്കിൽ ആ ദൈവം ഒന്ന് നട്ടു നനച്ച് നമ്മളങ്ങനെ മുന്നോട്ട് വളർത്തിയെടുക്കുന്ന ദൈവം. ചിലപ്പോൾ വെള്ളമൊക്കെ ധാരാളം ചിലപ്പോൾ ഒഴിവായിരിക്കും, പക്ഷെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര മനോഹരം. അതായത് നമ്മളെ ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിലായിരിക്കുമ്പോഴത്തേക്ക് ആ താഴ്വാരത്തിൽ നിൽക്കുന്ന, അതായത് ആ അരുവിൽ നിൽക്കുന്ന ആ ഒരു വൃക്ഷം എങ്ങനെയാണ് നിൽക്കുന്നത്, അതിനെ പരിപാലിക്കാൻ ഇവിടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് കയറി വരുന്നത്, എങ്ങനെയായിരിക്കും ആ പൂന്തോട്ടം വളർന്നു വരുന്നത്. കറക്റ്റായിട്ട് ലെവലിൽ നട്ട് നല്ല പൂച്ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച് നല്ല കാണുവാൻ വേണ്ടി അത്ര മനോഹരമായിരിക്കും. അത്ര രീതിയിൽ നമ്മളെ പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളിവിടെ ഒന്ന് നടത്താൻ വേണ്ടിയ ഈ ദേവസന്നിധിയിൽ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ദേവസന്നിധിയിൽ നിൽക്കുമ്പോഴത്തേക്ക് ദൈവമക്കളെ, നമ്മൾ വെറുതെ അല്ല നമ്മൾ ദൈവം നട്ടിരിക്കുന്നത്. അതായത് അതിന് ഫലം ഉണ്ടാകണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് നമ്മൾ ഫലത്തിന് വേണ്ടിയാണ് ദൈവം നട്ടിരിക്കുന്നത്. നദീതീരത്തെ ഉദ്യാനം പോലെ യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷം പോലെ. നദീതീരത്തെ ആ ഒരു ചന്ദന മരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ചന്ദന മരം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു തൈ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് വിലയുള്ളല്ലേ. അതുപോലെയാണ് ഞാനും നിങ്ങളും ഇവിടെ ദൈവസന്നിധിയിലിരിക്കുന്നത്. ചിലപ്പം ചിലപ്പോൾ 1 വർഷമായിരിക്കാം നമ്മൾ ചന്ദനമാകുന്ന എന്നെ നിങ്ങളെ നട്ടിരിക്കുന്നത്. ചിലപ്പോൾ 2 വർഷമായിരിക്കാം, ചിലപ്പോൾ 5 വർഷമായിരിക്കാം, ചിലപ്പോൾ 10 വർഷമായിരിക്കാം, ചിലപ്പം 25 വർഷങ്ങളായിട്ടാണ് ഈ ചന്ദനമരം നട്ടിരിക്കുന്നത്. പക്ഷെ ഈ ചന്ദനമരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാവോ? ചന്ദനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വിലയുള്ളതാ ചന്ദനത്തിന്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ഓരോ ഭക്തന്മാരെ ദൈവം നോക്കുമ്പോഴത്തേക്ക്, അതായത് എന്നെ ലിജു എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ജൂഡി എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സ്മിത എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേരിന് തന്നെ ഒരു മഹത്വം ഇരിക്കണം. അതായത് ഇവിടെ ദൈവത്തിന് ഓരോരുത്തർ പേര് പറഞ്ഞ എന്നെ ദൈവം മഹത്വപ്പെടുത്താൻ വേണ്ടി, അതായത് എന്നെ മുന്നോട്ട് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്റെ പേര് മുന്നോട്ട് വളർത്തുവാൻ വേണ്ടി എന്നെ ദൈവം നിർത്തി ഒന്ന് പറഞ്ഞ ഓരോരുത്തർ പേര് പറഞ്ഞിട്ട് എന്നെ ദൈവം നടത്തുന്നവനാണ്. അതായത് ഓരോരുത്തർ പേര് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞു. അതായത് അഖിലെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മീനുവിന് ഇവിടെ നിർത്തിയിരിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ദൈവം പേര് നട്ട് അതുപോലെ ചന്ദനമരം പോലെ അതായത് വളർന്നു വരുവാനാണ്. നമ്മൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിക്കൊള്ളൂ, പക്ഷെ അതിന് ആ പേരിന് തന്നെ ഒരു വിലയുള്ളതാണ്. പക്ഷെ വർഷങ്ങൾ കഴിയുന്തോറും ഈ ചന്ദനമരം എങ്ങനെയെന്നറിയാവോ? വളർന്നു വരുന്ന അനുസരിച്ച് എൻ്റെ വിലയും കൂടി വരും. പക്ഷെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക്, ദൈവത്തിന് സന്നിധിയിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക്, മുന്നോട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് അതിന് മറ്റുള്ളവരെല്ലാം നോക്കും. നല്ലൊരു ചന്ദനമരം, നല്ല വിലപിടിപ്പുള്ള ചന്ദനമരം, അതായത് നല്ല മരം, അത് വെട്ടിയെടുത്താൽ അത് നല്ല സുഗന്ധമുള്ളതാ. എത്രയും വില കൂടിയ ചന്ദനമരം അത് നട്ടു വളർത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും എന്നാ ദൈവം പറയുന്നറിയാമോ? ഒരു ചന്ദനമരം പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ചന്ദനമരം വർഷങ്ങൾ കഴിയും തോറും അതിന് വില കൂടിക്കൊണ്ടേയിരിക്കും. അതിന് പറയാൻ പറ്റാത്തതിന് അധികം വിലയായിരിക്കും. മറ്റുള്ളവർ കണ്ടിട്ട് പറയും, അതായത് ഭയങ്കര വിലയുള്ള ഒരു വസ്തു, അതായത് ഭയങ്കര വിലയുള്ള ഒരു മരോ ചന്ദനമരം. അപ്പൊ എന്നെ കാണുമ്പോഴത്തേക്കും, അല്ലെ നിങ്ങളെ കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർ എങ്ങനെ പറയണമെന്നറിയോ? ഞാൻ വിലയുള്ളവനാ. അതായത് ഓരോരുത്തർ പേര് പറഞ്ഞിട്ട് പറയും, ഞാൻ വിലയുള്ളതാ. അതായത് ഞാൻ ഒരു ചന്ദനമരം പോലെയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു ചന്ദനമരം പോലെയാണ്. ഒന്ന് പറഞ്ഞെന്ന്, ഞാനൊന്ന് ഹൃദയത്തിൽ നിന്ന് പറയുന്നു, ഞാൻ ഒരു ചന്ദനമരം പോലെ. പക്ഷെ ചന്ദനമരത്തിന് വേറെ പ്രത്യേകതയുണ്ട്. അത് വർഷങ്ങൾ കഴിഞ്ഞ് നല്ല കാതലക്കായി, നല്ല മുറ്റി, നല്ല വലുതൊക്കെ എങ്ങനെയാണെന്നറിയാവോ? ആ ചന്ദനമരത്തിന്റെ പ്രത്യേകത, ചന്ദനത്തിന് മുറിക്കുമ്പോഴത്തെ എങ്ങനെയാണെന്നറിയാവോ? എന്തായാലും ആ മരത്തിന് വേദന വരും അല്ലേ. ആ ചന്ദനത്തിന് മുറിച്ചാലും എങ്ങനെയാണെന്നറിയാവോ? അത് മണമായിരിക്കും, സുഗന്ധമായിരിക്കും. പക്ഷെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലോട്ട് നിൽക്കുമ്പോഴത്തെ ദൈവമക്കളെ, നമ്മളെയും ചിലപ്പോൾ മറ്റുള്ളവർ മുറിവേൽപ്പിക്കും, ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കും. പക്ഷെ നമ്മളിൽ നിന്ന് എന്തോ വരേണ്ടെന്നറിയോ? കർത്താവെ, സ്തോത്രം കർത്താവെ, നന്ദിയപ്പ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഈ ഒരു കഷ്ടപ്പാടിനെ ഓർത്ത് ഈ വേദന എനിക്ക് നല്ലതപ്പ. ആരൊക്കെ ഏറ്റെടുത്ത് പറയാറുണ്ട്. ആ ചന്ദനം മുറിക്കുമ്പോഴത്തേക്ക് ആ കോടാലിക്ക് ഒരു വാസന ഉണ്ടാവും. പക്ഷെ നമ്മളെ മുറിക്കുമ്പോഴത്തേക്കും, നമ്മളെ വേദനപ്പെടുത്തുമ്പോഴത്തേക്കും ആ ചന്ദനമരത്തിൽ നിന്ന് വരുന്ന ആ ഒരു സുഗന്ധം ആ കോടാലിക്ക് വരെ ഉണ്ടെങ്കിൽ എങ്ങനെയെന്ന് അതുപോലെ ആയിരിക്കണം. നമ്മളപ്പം മുറിപ്പെടുത്തുന്നവരും കർത്താവെ അവന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. കർത്താവെ, അവനും ദൈവസന്നിധിയിലോട്ട് അവന് ഉറച്ചു നിൽക്കട്ടെ, ദൈവത്തെ ഒന്ന് അറിയട്ടെ, ദൈവത്തെ ഒന്ന് ആരാനറിയട്ടെ. അത് എനിക്ക് വേണ്ടി ക്രൂശിലേറിയ ഒരു മുഖം ഞാൻ കാണുന്നുണ്ടപ്പ. അതായത് അവനാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി തകർത്ത ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി മുറിവേറ്റ കർത്താവുണ്ട്. ഞാൻ ഈ ലോകത്തിലെത്തി കുറച്ച് കഷ്ടപ്പാട് സഹിച്ചാലും കുഴപ്പമില്ലപ്പാ, ഞാൻ വേദനപ്പെട്ടാലും കുഴപ്പമില്ല.
കുഴപ്പമില്ലപ്പാ, ഞാൻ നിന്ദയിലൂടെ പോയാലും എനിക്ക് കുഴപ്പമില്ലപ്പാ. കാരണം എന്തെന്നറിയാവോ, എനിക്ക് വേണ്ടി ആ ക്രൂശിലേറിയ ഒരു ദൈവമുണ്ട് എൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ. ഞാൻ അവന്റെ മുഖം നോക്കിയിട്ടാ പോകുന്നത്. എന്നെ എങ്ങനെ ചതച്ചാലും എങ്ങനെ വെട്ടിയാലും ഈ ചന്ദനമരം പോലെ ആയിരിക്കുമപ്പാ. അതാ എന്നിൽ നിന്ന് സുഗന്ധം മാത്രമായിരിക്കുമപ്പാ. ഞാൻ വിലയുള്ളതാപ്പാ. അതിനൊരു പീസിന് തന്നെ വിലയുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കഷണത്തിനും വിലയുണ്ടെങ്കിൽ, എന്നെ ഇഞ്ചിഞ്ചായി മുറിച്ചാലും എന്നെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചാലും ഞാൻ എങ്ങനെയെന്നറിയാവോ, ഞാൻ സുഗന്ധമുള്ളതായിരിക്കും, ഞാൻ വിലയുള്ളതാ. ഞാൻ എവിടെ ഇരുന്നാലും ശരി, ഞാൻ വിലയുള്ളതാ. പക്ഷേ ചന്ദനമരം മുറിച്ചു കഴിഞ്ഞുണ്ടല്ലോ, അത് ചുമക്കുമല്ലേ ആൾക്കാര്. അത് ഒരു കാട്ടിൽ വനത്തിലിരിക്കുന്നതാണെങ്കിൽ അത് മുറിച്ച് തോളിലൊക്കെ എടുത്തുകൊണ്ട് പോകും അല്ലേ, അങ്ങനെയല്ലേ ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ മുറിച്ച് നമ്മളെ കൊണ്ടുപോയാലും ശരി തന്നെ എന്തെന്നറിയാവോ, ആ ചുമക്കുന്നവനും ആ സുഗന്ധത്തിലോട്ടായിരിക്കും ഇറങ്ങി ചെല്ലുന്നത്. ഹല്ലേലൂയ. ആ സുഗന്ധത്തിലോട്ട്, ആ ചുമക്ക്, അതായത് നമ്മുടെ ചേർന്ന് നിൽക്കുന്നവര്, ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചവര്, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്ന് നമ്മൾ തള്ളിക്കളഞ്ഞവര് നമ്മളോട് ചേർന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അവരും കർത്താവിനെ അറിയണം. അതായത് എന്റെ ദൈവത്തെ ഒന്ന് രുചിച്ചെന്ന് അറിയണമെന്ന്. അതായത് എന്നെ ചുമക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ചന്ദനമരമാണെങ്കിൽ അവരിലും എന്തെന്നറിയാവോ, ഒരു സുഗന്ധമായിട്ട് മാറണം. ആ ചന്ദനത്തിന്റെ സുഗന്ധം പോലെ എന്നെ വേദനിപ്പിച്ചാലും ശരി തന്നെ ഞാൻ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഒരു സുഗന്ധമായിട്ട് മാറണം. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ചുവന്നുകൊണ്ട് പോകുന്നവർക്ക് ഒരു സുഗന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചന്ദനത്തിന്റെ കഷണം കൊണ്ട് അരയ്ക്കും, കല്ല് വെച്ച് അരയ്ക്കുമല്ലേ, അരയ്ക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ്, സുഗന്ധമായിരിക്കും. പക്ഷെ നമ്മളെ അതുപോലെ അരച്ചാലും ശരി തന്നെ, നമ്മൾ അതുപോലെ ചതച്ചാലും ശരി തന്നെ, നമ്മൾ ഇന്ന് വരുന്നത് എങ്ങനെയെന്നറിയാവോ, ആ ഒരു സുഗന്ധമായിരിക്കും. നമ്മൾ നാവിൽ തന്നെ സ്തോത്രവും സ്തുതികളുമായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ സ്തോത്രവും സ്തുതികളും വരണമെന്നുണ്ടെങ്കിൽ ഞാനും സുഗന്ധമായി മാറും. പക്ഷെ നിങ്ങളൊന്ന് ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ ജീവിതത്തിൽ ആ ചതവും അല്ലെ മുറിപ്പാടും വേദനയും നിരാശയും എല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് തീർത്തോ, അല്ലെ ഞാൻ സുഗന്ധമായി മാറിയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയെന്ന്, നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കിയേ. ഞാൻ സുഗന്ധമായി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മാറിക്കഴിഞ്ഞു എന്ന്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളൊന്ന് മുറിപ്പാട് പെടുമ്പോഴത്തേക്ക് ദൈവത്തോട് നമ്മൾ പെറുവെടുക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മുറിപ്പാട് വന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേദന വന്നല്ലോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കണ്ണുനീര് വന്നല്ലോ, എനിക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ, എന്നെ കാണുന്നവരാരുമില്ലല്ലോ എന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ ചന്ദ്രബലം പറയും, അതുപോലെയാണെങ്കിൽ പറയും, എന്നെ ചതച്ചാലും എന്നെ മുറിച്ചാലും മുറിക്കുന്നവന് വരെ ഞാൻ സുഗന്ധമായിട്ട് മാറും. അതുപോലെ ആയിരിക്കണം ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴത്തേക്ക് ആ മുറിപ്പാടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ സുഗന്ധത്തിനാണ് നിർത്തിയിരിക്കുന്നത്. ഒന്ന് ഓർത്തുകൊണ്ട്, അതായത് ഞാനും നാളത്തേക്കുള്ള സുഗന്ധത്തിന് വേണ്ടിയാ. അത് ഈ തൈലം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയെന്നറിയോ, വെട്ടി കൂട്ടിയിട്ടിട്ട് എങ്ങനെയെന്നറിയാവോ, ഒരു വെള്ളത്തിട്ട് നല്ലത് തിളപ്പിക്കുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ ഇങ്ങനെ മട്ടി പോലെ എന്നിട്ട് അതിന്റെ ചന്ദന തൈലം ഇങ്ങനെ കോരിയെടുക്കും കുറേശ്ശെ. മനസ്സിലല്ലേ? അത് ഭയങ്കര പ്രോസസ്സിങ്, ഭയങ്കര വിഷയം അത്. അപ്പോഴേക്കും ഒരുപാട് ചന്ദനം കൂട്ടിയിട്ടിട്ട് ഇതിൽ കൊണ്ടിട്ടിട്ട് അത് തിളപ്പിച്ച് അതിന്റെ മുകളിൽ ഇങ്ങനെ മട്ടിയാട്ട് വരും, അത് കോരിയെടുക്കും, ചന്ദന തൈലം. അത് അതിലും വില ഉള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അതേ അനുഭവത്തിൽ കൂടെയൊക്കെ പോകും, നമ്മൾ നേറുന്ന ഒരു അനുഭവത്തിലൂടെ. പക്ഷേ നിങ്ങളെ എന്നെയും വെച്ചിരിക്കുന്ന എന്തെന്നറിയാവോ, നല്ലൊരു സുഗന്ധ തൈലമായിട്ടാണ്, അത് നല്ലൊരു പരിമള തൈലമായിട്ടാ എന്നെ നിങ്ങളെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് മറ്റുള്ളവർ ചിലപ്പോൾ വിചാരിക്കും, ഇവിടം കൊണ്ട് തീർന്നു, അവൻ ഇത്രയൊക്കെ ഉള്ളു, അവൻ ദേവസന്നിധിയിൽ പോയി മുഴങ്കാലിൽ നിന്ന് ഒരുപാട് നാൾ പ്രാർത്ഥിച്ചതാ, അവന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്നൊക്കെ പറയും. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചതല്ല, നിങ്ങളുടെ നല്ലൊരു സുഗന്ധമായി മാറ്റുവാൻ വേണ്ടിയ ദൈവത്തോട് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സുഗന്ധം ആർക്കെന്നറിയാവോ, ദൈവത്തിനുള്ളതാ. അത് ഞാൻ നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് എന്നോട് ചേർന്ന് നടക്കുന്നവര് വേറെ എന്തെന്നറിയാവോ, ചന്ദനം ചുമക്കുന്നവര് കൂടെ നടന്നു കഴിഞ്ഞാൽ അവർക്കും മണക്കുമെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സുഗന്ധമായി മാറണം നമ്മുടെ ജീവിതത്തിൽ. അതായത് അവരുടെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അതായത് നമ്മൾ മുന്നോട്ട് വെളിയിലോട്ട് കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയെന്നറിയാവോ, ഞാനൊരു സുഗന്ധമാണ്. അല്ലെങ്കിൽ അവനോട് ചേർന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ അവളോട് ചേർന്ന് നടക്കുന്നത് എനിക്കും ഒരു സുഗന്ധമാണ്, മറ്റുള്ളവരൊന്ന് പറഞ്ഞു കേൾക്കണം. ഹല്ലേലൂയ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലോട്ടും ആയിരിക്കുമ്പോഴത്തെ ദൈവമക്കളെ, നമ്മൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഒരുപാട് മുറിപ്പാടും വേദനയും കഷ്ടതയും പ്രതികൂലങ്ങളും സകലതും നിങ്ങളുടെ ജീവിതത്തിൽ കാണും. പക്ഷെ അതിനും അപ്പുറത്തായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി വലുതാ. അതായത് ആ വെള്ളോടിന് സദൃശമായ ആ ദൈവത്തിന്റെ മുഖം കാണുവാനാണ്, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനെ കാണുവാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. നമ്മൾ ആ താഴ്വരയിലോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം നമ്മൾ സമാധാനം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ പച്ച പുല്ലിലോട്ട് എന്തുമാത്രം നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ കണ്ണുകൾ മോഹിച്ചു പോകുന്നുണ്ട്. അതുപോലെ ഒരു അനുഭവം ആയിരിക്കണം ഞാനും ദൈവമായിട്ടുള്ളൊരു ബന്ധം.
അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയെന്നറിയാവോ? ആ ദൈവത്തിനോട് ചേർന്നിരിക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന എൻ്റെ കുറ്റവും കുറവും വേദനകളും എല്ലാം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുക. അതായത് എന്നെ കർത്താവെ ഒന്ന് പറഞ്ഞെന്ന് എന്നെ ഒന്ന് സുഗന്ധമാക്കി മാറ്റണേ അപ്പ, ചന്ദനത്തടി പോലെ എന്നെ ഒന്ന് സുഗന്ധമാക്കി മാറ്റണമേ അപ്പ എന്നൊന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എന്നെ ഒന്ന് സുഗന്ധമാക്കി ഒന്ന് മാറ്റണമേ അപ്പ എന്നൊന്ന് പറഞ്ഞു. അതായത് ഞാൻ പലപ്പോഴും എന്നെ ചതച്ചവരോടും അല്ലെ എന്നെ വേദനിപ്പിച്ചവരോടും എല്ലാം ഞാൻ പിറുവിട്ടിട്ടുണ്ടപ്പാ. അവരോട് എനിക്ക് അസൂയ ഉണ്ടായിരുന്നപ്പാ, എനിക്ക് അവരോട് വാശി ഉണ്ടായിരുന്നപ്പാ, എനിക്ക് അവരോട് വൈരാഗ്യം ഉണ്ടായിരുന്നപ്പാ. പക്ഷെ ഞാൻ പലപ്പോഴും വിചാരിച്ചപ്പാ എനിക്ക് ഇനി എണീച്ച് വരുവാൻ കഴിയത്തില്ലെന്ന്. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ട് തകർന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചപ്പാ. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായപ്പാ എന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സുഗന്ധമാക്കി മാറ്റുവാൻ വേണ്ടിയപ്പാ. എന്നെ ചന്ദനത്തടി പോലെ എന്നെ കർത്താവേ എന്നെ ഒന്നൊന്ന് പണിയണമേപ്പാ. എന്നെ ഒന്ന് ചന്ദനത്തടി മരം പോലെ എന്നെ ഒന്ന് നടയണമേപ്പാ. ചന്ദനത്തടി പോലെ എന്നെ ഒന്ന് പരിപാലിക്കണമേ അപ്പാ. അതായത് എന്നെ ചതച്ചാലും എന്നെ വെട്ടിയാലും എന്നെ മുന്നോട്ട് എന്നെ ശത്രുക്കൾ എന്നെ നേരിട്ടാലും ശരി, എന്നിൽ നിന്ന് സുഗന്ധം മാത്രം. അതായത് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഒരു സുഗന്ധമായി മാറുവാൻ വേണ്ടിയാ ഞാനും നിങ്ങളോട് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സുഗന്ധമായി മാറുവാൻ വേണ്ടിയാ